നമസ്കാരം. സുദിനത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ ദൂരദർശൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്തായാലും സുദിനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുമ്പ് നിൽക്കുമ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. തീർച്ചയായും ഇന്നത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും അതേ എക്സൈറ്റ്മെന്റ് തന്നെ ഫീൽ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഇന്ന് വരെ സുദിനത്തിൽ കണ്ടിട്ടുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ അതിഥി എത്തുന്നത്. അദ്ദേഹം അടിസ്ഥാനപരമായി ഒരു അധ്യാപകനാണ്. അദ്ദേഹം വളരെയധികം അംഗീകാരങ്ങൾ നേടിയൊരു ശാസ്ത്രജ്ഞൻ കൂടിയാണ്. നിരവധി ദേശീയ അന്തർദേശീയ തലത്തിലുള്ള നിരവധി പുരസ്കാരങ്ങൾ, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ 2 പേറ്റന്റുകൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. ഇതിലൊക്കെ ഏറ്റവും കൗതുകമുള്ള, നമ്മളൊക്കെ നമ്മുടെ ദൈനംദിന ഉപയോഗം കഴിഞ്ഞ് ഇങ്ങനെ പലപ്പോഴും വലിച്ചെറിയുന്ന അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് കളയുന്ന പല വസ്തുക്കളെയും കൊണ്ട് കണ്ണിന് വളരെ കൗതുകം പകരുന്ന വളരെ രസകരമായിട്ടുള്ള കുറേ വസ്തുക്കൾ, 200-ലധികം വസ്തുക്കൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ സാമൂഹികമായിട്ടാണെങ്കിലും ശാസ്ത്ര മേഖലയിലാണെങ്കിലും സാങ്കേതിക മേഖലയിലാണെങ്കിലും തൻ്റെതായ കയ്യൊപ്പ് പതിപ്പിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സമഗ്ര സംഭാവനകൾക്ക് അംഗീകാരമായി അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ വി നാരായണൻ നമ്പൂതിരിയാണ്. സാറിനെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. വളരെ സന്തോഷം. നമസ്കാരം സാർ. സാറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കൊക്കെ വളരെ ഒരു കൗതുകം തോന്നുന്ന ഒരു കാര്യം, സാർ പഠിച്ചത് എക്കണോമിക്സ് ആണ് അല്ലെ? പക്ഷെ സാറ് ഏറ്റവും അധികം ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത മേഖല ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ശാസ്ത്രത്തിന്റെയും അതുപോലെ സാങ്കേതിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. എങ്ങനെയായിരുന്നു ആ എക്കണോമിക്സിൽ നിന്ന് ഈ ബേസിക് സയൻസിലേക്കും ഇതുപോലുള്ള പേറ്റന്റിലേക്കും ഒക്കെ ഉള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങാം സാർ. ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ പഠനം തുടങ്ങിയത്. പക്ഷേ സാമ്പത്തിക ക്ലേശം മൂലം എനിക്ക് ആ പഠനം തുടരാനായില്ല. അതിനുശേഷം ഒരു ചെറിയൊരു ജോലി ലഭിക്കുകയുണ്ട്. ആ ചെറിയ ജോലിയിൽ നിന്നും കിട്ടിയ തുച്ഛമായ വരുമാനം കൊണ്ട് അന്ന് ഇക്കണോമിക്സ് പ്രൈവറ്റായിട്ട് പഠിക്കാനുള്ള അവസരമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചിരുന്നുവെങ്കിലും ഈ സയൻസ് ഗ്രൂപ്പിൽ പ്രൈവറ്റായിട്ട് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. കോളേജിൽ ചേർന്ന് പഠിക്കുവാനുള്ള സാമ്പത്തിക സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നിർബന്ധിതനായത് എക്കണോമിക്സ് വിഷയം എടുത്ത് പഠിക്കുന്നതിനാണ്. അങ്ങനെ എക്കണോമിക്സ് എടുത്ത് പഠിച്ച് അത് പ്രൈവറ്റായിട്ട് ജോലിയും പഠിത്തവും കൂടെ കൊണ്ടുപോയി പിന്നീട് ലോസ് ഓഫ് പേ എടുത്ത് MA-ക്ക് പഠിച്ച് MA-ക്ക് റാങ്കോടുകൂടി പാസ്സായി. അങ്ങനെയാണ് ഞാൻ കോളേജിലേക്ക് വരുന്നത്. അധ്യാപകനായിട്ട് ഇത് തുടങ്ങി. എന്തായിരുന്നു സാറിൻ്റെ ആ ഒരു വഴിത്തിരിവെന്ന് പറയുന്നത്? കാരണം നമ്മളിപ്പം എക്കണോമിക്സ് പഠിക്കുന്നു, അതിനുശേഷം എക്കണോമിക്സ് തന്നെ പഠിപ്പിക്കാൻ കയറുന്നതും എക്കണോമിക്സ്. അതെ അതെ. അതിനുശേഷമുള്ള ഒരു വഴിത്തിരിവ് ഈ ശാസ്ത്ര മേഖലയിലേക്ക്, സാങ്കേതിക മേഖലയിലേക്ക് വളരെ വളരെ ആകസ്മികമായിട്ട്. അന്ന് എനിക്ക് വളരെ അടുത്ത സുഹൃത്തായിരുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, രാധാകൃഷ്ണപിള്ള സാറാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസ്ത്രത്തോട് ഒത്തിരി അഭിനിവേശം ഉണ്ടായിരുന്നു. പക്ഷേ ആ ശാസ്ത്രത്തിനോട് അഭിനിവേശം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പഠിപ്പിക്കാൻ അച്ഛനൊക്കെ കൊച്ചിലെ മരിച്ചു പോയതുകൊണ്ട് നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് സയൻസ് ഗ്രൂപ്പിൻ്റെ പഠിത്തം നിർത്തിയിട്ടാണ് ഞാൻ ചെറിയൊരു ജോലി ചെയ്തുകൊണ്ട് ഈവനിങ് ക്ലാസ്സിൽ പോയിട്ടാണ് ഞാൻ ഡിഗ്രി എടുക്കുന്നത്. അതിനുശേഷമാണ് ലോസ് ഓഫ് പേ ലീവ് എടുത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്കും മെക്കാനിക്കൽ സ്റ്റുഡൻസിന് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കാനായിട്ടാണ് എന്നോട് പറഞ്ഞത്. അവിടെ അവർക്ക് പ്രോജക്റ്റ് വർക്കുകളുണ്ട്. ആ പ്രോജക്റ്റ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് കുട്ടികൾക്ക് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ നിയോഗിച്ചു. അതിനോടൊപ്പം തന്നെ വേറൊരു വലിയ ഒരു മാറ്റം ഉണ്ടായത്, അവിടെ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ MHRDയുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ കീഴിൽ അവിടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ത്രൂ പോളിടെക്നിക് എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. ആ സ്കീമിലേക്ക് എന്നെ അതിന്റെ ഉപദേശക സമിതി അംഗമായിട്ടും അതിന്റെ റിസോഴ്സ് പേഴ്സണായിട്ടും കൂടി നിയോഗിക്കുകയുണ്ടായി. അപ്പോൾ അതിന്റെ അന്നത്തെ അത് ഹെഡ് ചെയ്തിരുന്ന തോമസ് പ്രസാദ് സാറായിരുന്നു. അദ്ദേഹമൊക്കെ ആയിട്ട് വളരെ വലിയ സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാനൊക്കെ സാധിച്ചു. അതൊരു വലിയ ജീവിതത്തിൻ്റെ ഒരു വലിയ വഴിത്തിരിവായി, നാഴികക്കല്ലായി എന്ന് പറയാം വേണമെങ്കിൽ. അങ്ങനെയായിരുന്നു ആ ഒരു മാറ്റം ഉണ്ടായത്, പെട്ടെന്ന് ഒരു മാറ്റം. അപ്പോൾ എക്കണോമിക്സിൽ നിന്ന് ശാസ്ത്രത്തിലോട്ട് തിരിയാനുള്ള ഒരു സാഹചര്യം, ഒരു കാലാവസ്ഥ അനുകൂലമായിട്ട് മാറി എന്ന് വേണം പറയാൻ. സാർ, ഇപ്പോൾ ഈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പല പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും പ്രവർത്തിച്ച കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് സാറിലെ ഒരു വിദ്യാർത്ഥി എപ്പോഴും ഒരു വിദ്യാർത്ഥി ഉണ്ടല്ലോ, ഇപ്പോഴും അത് എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത്? മറ്റേതൊക്കെ പദ്ധതികളുടെ ഭാഗമാകാനും സാധിച്ചിട്ടുണ്ട്? അതെ, എനിക്ക് എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാർമൽ പോളിടെക്നിക് ഒരു മഹാപ്രസ്ഥാനമാണ്, ഒരു മാതൃകാ സ്ഥാപനമാണ്.
അപ്പോൾ അവിടെ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ത്രൂ പോളിടെക്നിക് എന്ന സംരംഭത്തിലൂടെ സഹകരിച്ചപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനും ഗ്രാമീണ ജനങ്ങൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനും അതിന് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് പ്രാപ്തമാക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്നതിനും സഹായകരമായി. അപ്പോൾ കുറഞ്ഞ വരുമാനക്കാർക്ക് ആദ്യം ഒരു സാമ്പത്തിക സർവേ നടത്തും, സോഷ്യോ ഇക്കണോമിക് സർവേ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ബെനിഫിഷ്യറീസിനെ സെലക്ട് ചെയ്ത് ലോ ഇൻകം ഗ്രൂപ്പ്സിന് വേണ്ടി അവരുടെ വരുമാന വർധനവിന് അവരുടെ തൊഴിൽ ദായക സംരംഭങ്ങളായിട്ട് തുടങ്ങിയ ഒരു ലക്ഷ്യമാണ് അതിൻ്റെ എസ്റ്റാബ്ലിഷ്ഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് എൻ്റെ ആശയങ്ങൾ ഗ്രാമീണ ജനങ്ങളിലോട്ട് പങ്കുവയ്ക്കുന്ന അവർക്ക് എൻ്റെ മനസ്സിലുണ്ടാകുന്ന ആശയങ്ങൾ സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജിക്കലായിട്ടുള്ള ഐഡിയാസ് അവർക്ക് പങ്കുവയ്ക്കുന്നതിന് അങ്ങനെ സമൂഹത്തിന് ചെറിയ തോതിൽ ഒരു സാങ്കേതിക വിദ്യാഭ്യാസം എന്നിലൂടെ നൽകുന്നതിനുള്ള അവസരം സാഹചര്യം ഉണ്ടായി. സർ, ഇത് പറയുമ്പോൾ തന്നെ നമുക്കിത് ഒരു ഒറ്റഘട്ടമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു അത്തരത്തിലുള്ള ഒരു യാത്രയല്ല, പല സ്റ്റേജസിലൂടെ അല്ലെ പല ഘട്ടങ്ങളായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് വിശദമാക്കാം. അപ്പോൾ ഞാൻ ഈ കമ്മ്യൂണിറ്റി പോളിടെക്നിക് സ്കീമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ കീഴിൽ 10 എക്സ്റ്റൻഷൻ സെൻ്ററുകളുണ്ട്. അതിൻ്റെ MHRDയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആലപ്പുഴ കാർമൽ പോളിടെക്നിക്കിൻ്റെ കീഴിൽ തന്നെ 10 എക്സ്റ്റൻഷൻ സെൻ്ററുകളുണ്ട്. അപ്പോൾ ഈ ഓരോ എക്സ്റ്റൻഷൻ സെൻ്ററുകളിലും പോയിട്ട് ഞാൻ റിസോഴ്സ് പേഴ്സണായിട്ട് പോയി ഞാനായിട്ട് കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഞാനായിട്ട് ഡിസൈൻ ചെയ്ത ഇപ്പോൾ ഇവിടെ തന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു ഇതുപോലുള്ള ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ചുറ്റും തിരിഞ്ഞ് നോക്കിയാൽ കാണുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മളത് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, വളരെ കൗതുകകരമായിട്ടുള്ള വസ്തുക്കൾ മാർക്കറ്റിൽ വിൽക്കാവുന്ന തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കുവാനുള്ള രീതികൾ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത് അത് ഗ്രാമീണ ജനങ്ങൾക്ക് പങ്കുവയ്ക്കുവാനുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ലഭിച്ചത്. സർ, ഈ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ സാറിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട എനിക്കൊന്നു പേറ്റന്റ് അല്ലേ, പേറ്റന്റ് അടക്കമുള്ള സാറിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട് വിശദമാക്കാമോ? പേറ്റന്റിലോട്ട് പോയ ഒരു വഴിയെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയെന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യാഭ്യാസം തന്നെയാണ്. ഞാൻ എക്കണോമിക്സ് പഠിച്ചിരുന്നെങ്കിലും ഈ ഒരു വഴിത്തിരിവുണ്ടായപ്പോൾ നമുക്ക് അവിടുത്തെ ലാബറട്ടറികൾ, വർക്ക്ഷോപ്പുകൾ, അവരുടെ ലൈബ്രറി ഇതൊക്കെ ഉപയോഗിക്കുവാനുള്ള അവസരം ഉണ്ടായി. ഔപചാരികമായിട്ട് എനിക്ക് ബിടെക്കോ എംടെക്കോ ഒന്നുമില്ലെങ്കിൽ അനൗപചാരികമായിട്ട് എനിക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. സാറിന് ആദ്യത്തെ പേറ്റന്റ് ലഭിക്കുന്നത് അല്ലേ സീറോ വേസ്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് വേസ്റ്റ് മെറ്റീരിയൽസിനെ തന്നെ ബ്രേക്ക് ചെയ്ത് പല പ്രോഡക്ട്സ് ആക്കാൻ പറ്റുന്ന ഒരു മൾട്ടിപർപ്പസ് മെഷീൻ അല്ലേ സർ? അപ്പൊ ആ മൾട്ടിപർപ്പസ് മെഷീന്റെ ആ ഒരു കണ്ടെത്തൽ, അതിന്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസ് എങ്ങനെയായിരുന്നു? അതായത് ഇപ്പോൾ ഈ കാര്യക്ഷമതയോടെ ഉപയോഗിക്കുക, ഈ ലോക്കലായിട്ട് കിട്ടുന്ന വിഭവങ്ങൾ കാര്യക്ഷമതയോടെ ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു കണ്ടന്റ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒന്നാമത്തെ ഘട്ടം എന്നുള്ള നിലയിൽ നമുക്ക് ഈ പുനരുപയോഗത്തിനും പുനഃചംക്രമണത്തിനും ഇത് രണ്ടാണ്. പുനരുപയോഗത്തിനും റീയൂസും റീസൈക്കിളും രണ്ടാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വിശദമാക്കാം. അപ്പോൾ ഇത് എങ്ങനെ, അപ്പോൾ ആദ്യം ഇതിനുള്ള വിഭവങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്നുള്ള നിലയിൽ അതിനെ ഉപയോഗപ്രദമാക്കുന്നതിനാവശ്യമായ സാങ്കേതിക വിദ്യ നമ്മൾ രൂപപ്പെടുത്തുക.
സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യയില് സാർ എങ്ങനെ എത്തി എന്നുള്ളതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ക്യൂരിയോസിറ്റി. സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ അത് പല രൂപത്തിലുണ്ട്. മെഷീനറികളാകാം, ഉപകരണങ്ങളാകാം, നമ്മളുടെ സ്കില്ലാകാം. അപ്പോൾ ഈ തരത്തിലുള്ള ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ സാധാരണ കെട്ടിടം നിർമ്മിക്കുമ്പോൾ കെട്ടിടത്തിന്റെ പ്ലാൻ ആദ്യം വരയ്ക്കും. ഈ പ്ലാൻ വരച്ചിട്ട് അതിന് വേണ്ട മെറ്റീരിയൽസ് ഇറക്കി കെട്ടിടം ഉണ്ടാക്കും. എൻ്റെ സമീപനം അതല്ല, നേരെ തിരിച്ചാണ്. നമ്മളുടെ കയ്യിൽ എന്തുണ്ട്, ഇതുകൊണ്ട് എന്തുണ്ടാക്കാം. ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ എന്തുണ്ട്, ഇന്നതുണ്ട്, ഇതുകൊണ്ട് എന്തുണ്ടാക്കാം. അങ്ങനെ ആലോചിച്ചാണ് ഞാൻ പല സാധനങ്ങളും ഉണ്ടാക്കാറുള്ളത്. അല്ലാതെ നമുക്ക് റെഡിമെയ്ഡ് ടെക്നോളജി ആയിട്ട് നമുക്ക് മേടിക്കാനോ അല്ലെങ്കിൽ കോപ്പി ചെയ്ത് ഉണ്ടാക്കുന്ന രീതിയെ അല്ല എൻ്റെ സമീപനം. നമ്മൾക്ക് ഇപ്പോൾ പാഴായി കിട്ടുന്നത് എന്താണ്, റീഫില് അല്ലെങ്കിൽ തീർന്ന പൗഡർ ഡപ്പി അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ ഒരു പൽചക്രം അല്ലെങ്കിൽ ഒരു പുള്ളി, ഇതുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം. ഇതിൻ്റെ കൂടെ വേറെ എന്തെല്ലാം കൂടെ യോജിപ്പിച്ചാൽ ഏത് രീതിയിലോട്ട്. അപ്പോൾ വോൺ ഔട്ട് പാർട്സ് ഓഫ് സെവറൽ മെഷീൻസ് പ്ലസ് അവർ ഇമാജിനേഷൻ വി ക്യാൻ മേക്ക് എ ന്യൂ വൺ വിച്ച് ഈസ് എൻറ്റയർലി ഡിഫറൻറ്റ് ഫ്രം ദി ഒറിജിനൽ വൺ. അതാണ് നമ്മളുടെ മനസ്സിലെ കൺസെപ്റ്റ്. അതുപോലെ ദർ ഈസ് നോ വേസ്റ്റ്, ഇറ്റ് ഈസ് എ മിസ്പ്ലേസ്ഡ് റിസോഴ്സ്. ഇതാണ് നമ്മുടെ സ്ലോഗൻ. വേസ്റ്റ് ആയിട്ടൊന്നുമില്ല, അത് മിസ്പ്ലേസ്ഡ് റിസോഴ്സ് ആണ്. അതാണ് നമുക്കത് എന്തിനു ഇത് ഉപയോഗം അറിയാൻ മേലാത്ത സാധനം നമ്മൾ എന്ത് ചെയ്യും, ഇത് വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞു കൊണ്ട് തള്ളും. പക്ഷേ നമ്മൾ വേസ്റ്റ് ആയിട്ട് കൊണ്ട് തള്ളുന്നത് നമുക്കതിൻ്റെ ഉപയോഗം ശരിക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അറിയാവുന്ന ഒരാരും നമുക്ക് ഒരു സാധനത്തിന് ഉപയോഗം ഉണ്ടെങ്കിൽ നമ്മൾ കളയത്തില്ല. പക്ഷേ കളയുന്നതിന് പല ഉപയോഗങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ അത് ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഉപയോഗം എന്തിനുപയോഗിക്കാം എന്നുള്ളത്. അപ്പോൾ രണ്ട് ചെറിയ ഡെമോൺസ്ട്രേഷൻ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ ആ ഐഡിയ ഒന്നുകൂടെ മനസ്സിലോട്ട്. സാർ, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് ആ ഒരു ഡെമോൺസ്ട്രേഷൻ കാണാനൊരു കൗതുകം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഡെമോയിലേക്ക് പോയാലോ? ഇതിന്റെ മൂട് ഒരു റൗണ്ട് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഈ മൂട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പൈപ്പ് ചൂടാക്കി കൈ പൊള്ളിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. ഇത് ചൂടാക്കിയിട്ട് ഇതിനകത്തോട്ട് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം കറക്റ്റ് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട വേറൊന്നുമില്ല. ഈ അടപ്പ് ഊരുക, തിരിച്ച് ഇതിനകത്തുനിന്ന് നമ്മൾ അടപ്പ് ക്ലോസ് ചെയ്തു. ഇപ്പൊ തന്നെ ഫ്ലവർ വേസ് ആയി. ഇനി ഇതിൽ ചെയ്യാനുണ്ട്. ഇനി ചെയ്യാവുന്നത്, ഇപ്പൊ ഇതിന്റെ താഴത്തെ ബേസിൽ ഇതില്ല, വെയിറ്റ് കുറവാണ്. നമുക്കിതിനകത്ത് സിമെന്റോ പ്ലാസ്റ്റർ പാരിസോ ഒഴിച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റായി കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിറ്റ് കിട്ടും. ഇതിങ്ങനെ വെക്കാം. പിന്നെ ഇതിങ്ങനെ തന്നെ നമുക്ക് വേറൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്ലവർ വേസ് ആയിട്ട് ഉപയോഗിക്കാം. അല്ല, മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് മോഡിഫൈ ചെയ്യാം. ഇത് ഈ സെക്ഷനാണ് മുറിച്ച് കളഞ്ഞ്. ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യാം. കട്ട് ചെയ്തു വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ആവും. ഒരു പ്ലാസ്റ്റിക് പന്ത് ഇതിനകത്തേക്ക് നമുക്ക് ഇറക്കാം. ഇറക്കിയല്ലോ. പഴയ വള വീടുകളിൽ എവിടെയാണെങ്കിലും പെൺകുട്ടികളുള്ള വീടുകളിൽ വളക്ക് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അതെ, ഒരു വള എടുക്കുക. ഇത് ചെറിയ പീസുകളായതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ ഇങ്ങോട്ട് ഒതുക്കാം. ഒതുക്കിയിട്ട് ഇത് മുകളിൽ കൂടെ ഇടുക. താഴത്തേക്ക് ഇറക്കിക്കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇത് ഓരോന്നും നമുക്ക് വെളിയിലോട്ട് മടക്കാം. മടക്കി പിടിച്ചുകൊണ്ട് ശരിക്കും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെയും ഇത് തമ്മിൽ ചേർത്ത് സ്റ്റാപ്പിൾ ചെയ്യുക. സ്റ്റാപ്പിൾ ചെയ്യുമ്പം കിട്ടുന്ന രൂപം ഇതുപോലെയാണ്. അപ്പൊ ഇതൊക്കെ സ്റ്റാപ്പിൾ ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം സ്റ്റാപ്പിൾ കാണാമല്ലോ, പിന്ന് കാണാം, സ്റ്റാപ്പിൾ ഇരിക്കുക. അപ്പൊ ഈ ഷേപ്പ് കിട്ടി. ഈ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത സംഭവം അതിന്റെ ശരിക്കുള്ള ബേസ് ഭാഗം അല്ലേ? ബേസ് വെച്ചിട്ട് അപ്പൊ ഇത് ഈ ഷേപ്പിൽ നിന്ന് ഈ ഷേപ്പിലേക്ക് മാറി. അതെ, ഇനിയിപ്പോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിന്റെ പുറത്ത് ഫെവിക്കോൾ വെച്ചിട്ട് പേപ്പർ ഒട്ടിക്കാം. ഇവിടെ പേപ്പർ ഒട്ടിക്കാം. പേപ്പർ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് മടക്കാം. മടക്കിയിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അതിന്റെ എഡ്ജ് കൊറുഗേറ്റഡ് ആക്കാം. ആക്കി കഴിയുമ്പം ഇതിനേക്കാളിലും
കുറച്ചുകൂടെ ഭംഗിയായില്ലേ? അതെ അതെ അതെ. അല്ല, മറ്റത് തന്നെ ഭംഗിയാണ് സാർ. അതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ പെൻ സ്റ്റാൻഡോ അങ്ങനെ ഉപയോഗിക്കാം അല്ലേ? ഏത് രീതിയിൽ ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ. അതിനെ തന്നെ ആ ബോൾ വെച്ച് ചെയ്ത് തന്നെ നമ്മൾ പെയിന്റ് ചെയ്ത്. ഇതിനകത്ത് ബോളുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്ന ബോളിന്റെ ഇവിടെ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്താൽ ഇതിനകത്ത് വെള്ളം ഇച്ചിരി ഒഴിച്ചാൽ ഓർക്കിഡ് പോലെയുള്ള വെള്ളം വേണ്ടി വരുന്ന പൂക്കളൊക്കെ വാടാതെ ഇരിക്കും, അടിയിലോട്ട് വെള്ളം പോകില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, സിമെന്റോ പ്ലാസ്റ്റർ പാരീസോ നിറച്ചു കഴിഞ്ഞാൽ ഇത് സിമെന്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ട് ഹെവി ആയിട്ട്. അപ്പൊ അടപ്പ് ഇതിനകത്ത് ഗ്രൂവായി ഊരിയെടുക്കാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അല്ല സർ, ശരിക്കും എനിക്ക് തോന്നുന്നു സർ, നമ്മള് പുറത്തുനിന്ന് ചിലപ്പോഴെങ്കിലും വാങ്ങുന്ന പല സാധനങ്ങളും ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതും ആവാം അല്ലേ? തീർച്ചയായിട്ടും. ഇതിപ്പോ കണ്ടല്ലോ, ബോട്ടിലാണെന്നുള്ള മനസ്സിലായി. അപ്പൊ ഇതിന്റെ അടപ്പ് ഇതിനകത്ത് ഇരിക്കുകയാണ്. അപ്പൊ ഇത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണേ അഴിച്ചു കൊണ്ടുപോകാം. അല്ല, ഇതിന്റെ ഏറ്റവും വലിയ ഗുണം, സാധാരണ കിട്ടുന്ന ഫ്ലവർ വേസ് കാറ്റടിച്ച് കഴിയുമ്പോൾ നല്ല പല സ്ഥലത്തും കണ്ടിട്ടുള്ളതാണ്. നമ്മളൊരു മീറ്റിങ്ങിനൊക്കെ പോകുമ്പം ഫ്ലവർ വേസ് കൊണ്ടുവയ്ക്കും, ഫാൻ ഇട്ട് കഴിയുമ്പോൾ അത് താഴെ വീഴും. ഇത് ഒരിക്കലും താഴത്ത് വീഴത്തില്ല, വളരെ സ്റ്റേബിളാണ്. തന്നെ ഈ പറഞ്ഞ ഈ വർക്ക് കൊറുകേറ്റഡ്. പിന്നെ ഇതിന്റെ പുറത്ത് ആർട്ട് വർക്കുകൾ ഇപ്പൊ ചെയ്യാം. ഏത് രീതിയിലുള്ള ആർട്ട് വർക്ക് വേണമെങ്കിലും കൂടുതൽ ഭംഗിയാക്കി. ഞാനിത് പലരോടും ചോദിച്ചു ഇത് എന്തുകൊണ്ടാണെന്നൊക്കെ പെട്ടെന്ന് കിട്ടും. പലരും തടി കൊണ്ടുണ്ടാക്കിയതാണ്, അതുകൊണ്ട് പല അഭിപ്രായം. ഇതുകൊണ്ടുണ്ടാക്കിയതാണെന്ന് ആരും പറഞ്ഞില്ല. ഇതും ഞാനിതിപ്പോ ഇങ്ങനെ പറയാതെ ഇത് കാണിച്ചിരുന്നെങ്കിൽ മനസ്സിലാവില്ല. അപ്പൊ ഇതാണ് സാർ. ഇതുപോലത്തെ സാധനം തന്നെ എനിക്ക് തോന്നുന്നു ലാംപ് ഷെയ്ഡും ഒക്കെ ആയിട്ട് ലാംപ് ഷെയ്ഡ് ഉണ്ടാക്കാം അല്ലേ? അതെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്ലവേഴ്സോ എല്ലാം ഇട്ട് വെച്ച് കഴിയുമ്പോൾ അതിന്റെ ഭംഗിയൊന്ന് വേറെ. സർ, ഈ മൾട്ടിപർപ്പസ് മെഷീനിൽ പേപ്പറും മറ്റ് എന്ത് പ്രോഡക്റ്റ് തന്നെയാണെങ്കിലും അതിനെ അല്ലേ ചെറുതായിട്ട് ബ്രേക്ക് ചെയ്ത് പുതിയ സാധനങ്ങളാക്കി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പേറ്റന്റ് ആയിരുന്നില്ലേ സർ സ്വന്തമാക്കിയത്? മൾട്ടിപർപ്പസ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രധാന ഫങ്ഷൻസ് കട്ടിംഗ്, ഗ്രൈൻഡിങ്, കാർവിംഗ്, ഡ്രില്ലിംഗ് എല്ലാം വരുമെന്ന്. അതെ, ശരിയാ. ബഫിംഗ്, ഈ വക പ്രവർത്തനങ്ങളാണ് മൾട്ടിപർപ്പസ്. പേപ്പർ പൊടിക്കുന്നത് വേറൊരു മെഷീൻ, അതിന് വേറെ മൾട്ടിപർപ്പസ് മെഷീനിൽ ഇല്ല. അത് രണ്ടാമത്തെ പേറ്റന്റ്. അപ്പൊ ആദ്യത്തെ മെഷീൻ, എന്റെ ആദ്യത്തെ ഏറ്റവും വലിയ ഒരു സംരംഭം 12 വർഷം എടുത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് കട്ടിംഗ്, ഗ്രൈൻഡിങ്, കാർവിംഗ്, ഡ്രില്ലിംഗ്, ബഫിംഗ്, മില്ലിംഗ്, ഇതേപോലുള്ള ഷേപ്പിംഗ് ഇതെല്ലാം ചെയ്യാവുന്ന 1 മില്ലിമീറ്റർ തിക്നെസ് മുതൽ 1.5 അടി വരെയുള്ള വലിയ പലകയിൽ ഫ്ലവേഴ്സ് വരെ കുത്തിയെടുക്കാവുന്ന രീതിയിലുള്ള ഒരു മെഷീനറിയാണ്. എന്നെക്കാൾ പൊക്കം ഞാനതിനകത്ത് ഒരു പടവിനകത്ത് ഞാൻ അത്ര വലിയൊരു, അത് പത്രത്തിലൊക്കെ ന്യൂസ് വന്നതാണ്. അതിനാണ് എനിക്ക് ആദ്യത്തെ പേറ്റന്റ് കിട്ടി. അതെല്ലാം ദേശീയ അംഗീകാരം കിട്ടി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡൽഹിയിൽ വിളിച്ച് എന്നെ ആദരിച്ചിരുന്നു. എനിക്ക് അവാർഡ് കിട്ടിയത് അതിനാണ്. അതിനുശേഷമാണ് ഞാൻ രണ്ടാമത്തെ സംരംഭം എന്നുള്ള നിലയിലാണ് പേപ്പർ പൊടിക്കുന്നത് എങ്ങനെ എന്ന് ആലോചിച്ചത്. അതിനും ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞോട്ടെ. വളരെ കുട്ടിക്കാലത്ത് ക്യാമ്പുകൾ, നമ്മൾ പാവനിർമ്മാണ ക്യാമ്പ്, ഇടയ്ക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ തെരുവ് നാടകങ്ങളിലൊക്കെ പാവക്കൂത്തുകൾ കാണിക്കും. നല്ല നല്ല സന്ദേശങ്ങൾ ജനങ്ങളിലോട്ട് എത്തിച്ചു കൊടുക്കുന്നതിന് ഏറ്റവും നല്ല ഇഫക്റ്റീവായിട്ടുള്ള മാധ്യമം പാവനാടകങ്ങളാണ്. അപ്പോൾ പാവനാടകങ്ങൾക്ക് വേണ്ടിയിട്ട് പാവയെ ഉണ്ടാക്കാനായിട്ട് അവിടെ പല്ലനയിൽ ഒരു ക്യാമ്പ് നടത്തുന്നു എന്ന് പറഞ്ഞപ്പം ഞാനും ഉത്സാഹത്തോടെ പോയി. എനിക്കിതൊക്കെ താല്പര്യമുള്ളതുകൊണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പാവ ഉണ്ടാക്കുന്നതിന് പേപ്പർ പൾപ്പ് കൊണ്ടാണ് പാവ ഉണ്ടാക്കുന്നത്. അപ്പോൾ പേപ്പർ പൾപ്പ് ഉണ്ടാക്കുന്നതിന് അന്ന് ഞങ്ങൾ സ്വീകരിച്ചിരുന്ന രീതി എന്ന് പറയുന്നത് പേപ്പർ കീറി ഒരു തുണ്ടുണ്ടാക്കി ബക്കറ്റിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കുക. അതിൽ നിന്ന് എടുത്തിട്ട് പരിക്കൻ തറ, നമ്മൾ സിമെൻറ്റ് തേച്ചിട്ട് തേപ്പ് പോലെ മാത്രം ഇട്ടിട്ട് മിനുക്കാത്ത തറയിലിട്ട് ഉരയ്ക്കുമ്പോൾ ഇത് പൾപ്പായിട്ട് മാറും. ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അത് ഞങ്ങൾ വിജയകരമായിട്ട് ക്യാമ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ നാടകത്തിന് ആവശ്യമായിട്ടുള്ള പാവകളൊക്കെ ഉണ്ടാക്കി. പക്ഷേ അന്ന് മുതൽ എൻ്റെ തലയ്ക്കകത്ത് ഉണ്ടായിരുന്ന ഒരു ചിന്ത, നമ്മളിങ്ങനെ ഈ പൾപ്പായിട്ട് എടുക്കുമ്പോൾ അതൊരുമാതിരി ഒരു സെമി സോളിഡ് സ്റ്റേറ്റിലിരിക്കും. ഇത് കുറച്ച് കഴിയുമ്പോൾ പൂപ്പൽ പിടിച്ച് ചീത്തയായി സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അന്ന് മുതൽ ഞാൻ ആലോചിക്കേണ്ടത് ഇതിന് ഒരു ശാശ്വത പരിഹാരം എന്താണ്? നമുക്ക് പൾപ്പ് ഇങ്ങനെ എപ്പോഴും കുഴച്ച് വെക്കാൻ, ചിലപ്പോൾ കുറച്ച് ആവശ്യം വരും, ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും. അപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ കീറിയിട്ട് ഉരച്ചെടുക്കുന്നത് നടക്കുന്നില്ല. അത് പൊടിയാക്കിയാൽ എന്താണെന്ന്, അങ്ങനെയാണ് ആ ഒരു സ്പാർക്ക് എൻ്റെ മനസ്സിൽ കിടന്ന് അത് വികസിച്ചതിൻ്റെ പരിണിത ഫലമായിട്ടാണ് പേപ്പർ പൊടിച്ച് സ്റ്റോർ ചെയ്താൽ അത് എത്ര വർഷം വേണമെങ്കിലും ചീത്തയാകാതിരിക്കും. ആവശ്യമനുസരിച്ച് ഇലാസ്റ്റിക്കാണ്, ആവശ്യമനുസരിച്ച് നമുക്ക് 1 സ്പൂൺ മതിയെങ്കിൽ 1 സ്പൂൺ, അല്ലെങ്കിൽ കുറച്ചായിട്ട് എടുക്കാനും പറ്റും. ആവശ്യമില്ലെങ്കിൽ അത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കത്തക്കൊണ്ട് ഇത് പൊടിച്ച് വെക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ വേണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ പേപ്പർ പൊടിക്കുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു മനസ്സിനകത്ത് ഒരു
ജ്വാലയുണ്ടായത്. അപ്പോൾ ആ സ്പാർക്കിൽ നിന്ന് ആ ഒരു ജ്വാല ഉണ്ടായി. അത് ഒരുപക്ഷെ അങ്ങനെ അന്ന് ക്യാമ്പ് നടത്തിയ ഭാരവാഹികൾ പോലും വിചാരിച്ച് കാണത്തില്ല അതിൽ പങ്കെടുത്ത ഒരു കുട്ടി ഭാവിയിൽ അതിൻ്റെ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് പേറ്റന്റ് കിട്ടുമെന്നോ നാഷണൽ അവാർഡ് കിട്ടുമെന്ന് അന്ന് അപ്പോൾ അങ്ങനെ ആയിരുന്നു അതിനുള്ള ആ ഒരു പോക്ക്. സർ അതിനായിരുന്നല്ലോ രണ്ടാമത്തെ പേറ്റന്റ് കിട്ടിയ അല്ലേ? പിന്നെ അതുകൂടാതെ ഞാൻ ഒട്ടേറെ മെഷീൻസ്, ഞാൻ പറഞ്ഞ 26ഓളം മെഷീൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിനകത്ത് മുത്ത് ഉണ്ടാക്കുന്നത്, തൈര് കടയുന്ന മെഷീൻ, കോയിൽ വൈൻഡിങ് മെഷീന്, പെയിന്റ് അടിക്കുന്ന മെഷീന്, മോൾഡിംഗ് മെഷീന്, ഇങ്ങനെ ഒരുപാട് ടെക്നോളജീസ് അതിനുശേഷം ഞാൻ രൂപം കൊടുത്തിട്ടുണ്ട്. സാറിന്റെ ഇതുവരെ ഇപ്പൊ സാറിന് ഈ ഇപ്പൊ പേറ്റന്റ് ഉള്ളത് രണ്ട് മെഷീനാണല്ലോ. ഇപ്പൊ സാധാരണഗതിയിൽ പേറ്റന്റ് നമുക്കൊരു സാധനത്തിന് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ് ഒരുപാട് വർഷത്തെ ഫലത്തിന്റെ ഭാഗമാണ് കിട്ടുന്നത്. അപ്പൊ സാറ് അതിനെ ഒരു കമേഴ്ഷ്യലായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്ന സാറിന്റെ അതിനുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു സാധ്യത കണ്ടിട്ടുള്ളത്? കൊമേഴ്സ്യലായിട്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഈ പേറ്റന്റിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഈ പേറ്റന്റിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ ലെങ്തി പ്രോസസ്സ്. അത് എന്താ പറയണ്ടേ, ഡെക്കേഡ്സ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ വളരെ കൊച്ചിലെ അല്ലെങ്കിൽ പല്ല് മുളയ്ക്കുന്ന സമയത്ത് കണ്ടുപിടിക്കുന്നതിൻ്റെ പേറ്റന്റ് കിട്ടുന്ന പല്ല് കൊഴിയുന്ന സമയത്തായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ഡ്രോബാക്കാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടുപിടിച്ച മെഷീൻ്റെ പേറ്റന്റ് കിട്ടുന്ന ഈ അടുത്ത കാലത്താണ്. അപ്പോൾ നമുക്ക് അതാത് സമയത്ത് ഈ പ്രക്രിയയുടെ ലെങ്ത് ഒന്ന് ഇച്ചിരി കുറച്ചാൽ നമുക്ക് ആ ഒരു എനർജി, അന്നേരമുള്ള ഒരു വിഗർ നമുക്ക് പ്രായം കഴിയുന്തോറും നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഇപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നപ്പോൾ എനിക്ക് ഏകദേശം അതിനെ പറ്റി ഒരു സാഹചര്യം, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഞാനൊരു മാസ്റ്റർ പ്രോജക്റ്റ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബേസിസിൽ തന്നെ റീസൈക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേപ്പർ റീസൈക്കിൾ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഇമ്മൻസ് പൊട്ടൻഷ്യാലിറ്റിയാണ്. ഞാനൊരു 50-60 പ്രോഡക്ട്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പോയിന്റ്. ഇപ്പോൾ തന്നെ വോൾട്ടൈൽസ്, പിന്നെ ഓർക്കിഡ് പോട്ട്സ്, പിന്നെ ഇപ്പോൾ ഈ ചെറിയ ചെറിയ വിത്ത് പാകി നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിനകത്താണ് കൊടുക്കുന്നത്. അതിന് പകരം ഇത് തന്നെ പേപ്പർ പൾപ്പ് തന്നെ കംപ്രസ് ചെയ്തിട്ട് അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി തന്നെ നമുക്ക് മണ്ണിൽ കുഴിച്ചു വെക്കാം. മറ്റേത് പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നർ അത് പ്രകൃതിയെ ദോഷം ചെയ്യും. അപ്പൊ ഇത് പേപ്പറിന്റെ കണ്ടെയ്നർ വെള്ളം തളിച്ചു കൊടുത്താൽ മതി. വിത്ത് കിളുത്ത് വന്നു കഴിയുമ്പം അതിനെ ചെടിയെ ഡാമേജ് ചെയ്യാതെ അതുപോലെ തന്നെ മണ്ണിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് ബയോഡീഗ്രേഡബിൾ ആയതുകൊണ്ട് അതിനൊരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പൊട്ടൻഷ്യാലിറ്റീസ് ഉണ്ട്. അത് പറഞ്ഞാൽ മനസ്സിലാവും, ഒത്തിരി ഇമ്മൻസ് പൊട്ടൻഷ്യാലിറ്റി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ അത് അവതരിപ്പിച്ചു. അത് അവരുടെ മാസ്റ്റർ പ്രോജക്റ്റായിട്ട് അത് അംഗീകരിച്ചിട്ടുണ്ട്. അതുമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഉള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സാധാരണക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സ്ഥാപനത്തിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ പോയാലാണ് നമുക്കിത് മാസ് പ്രൊഡക്ഷനായിട്ട് വന്നിട്ട് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നതിന്. ഇപ്പോൾ തന്നെ ഇഷ്ടിക വെച്ച് കെട്ടി വെറും സാധാരണ കുടിലുകൾക്ക് പോലും വളരെ കമനീയമായ പേപ്പർ ടൈൽസ്, ഇതിൻ്റെ ടൈൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വോൾ ടൈൽസ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് സൗണ്ട് ഇക്കോ പ്രിവെൻഷൻ ഉണ്ടാക്കി, പ്ലാന്റ്സ് ഉണ്ടാക്കി അത് പിടിപ്പിക്കാം. അതിനെല്ലാം ഈ പൾപ്പ് പൗഡർ നമ്മൾ അതുകൊണ്ട് നമുക്ക് കംപ്രസ് ചെയ്തിട്ട് ഷീറ്റുകളാക്കി മാറ്റിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഹോട്ടലുകളൊക്കെ, ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലുകൾ പോലും ദിവസേന അവർ ഒരു പരമാവധി 3 മാസം 5 മാസം കഴിയുമ്പോൾ അവർ മൊത്തം ഡിസൈൻ മാറ്റും. അപ്പോൾ ഇപ്പോൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ പേപ്പർ ലൈറ്റ് വെയിറ്റ് ആണ്. ഈ പേപ്പർ കൊണ്ടുള്ള ഡിസൈൻഡ് ആയിട്ടുള്ള ടൈൽസ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. നല്ല മോസ്റ്റ് മോഡേൺ, എപ്പോഴും പുതിയതായിരിക്കും, പുതിയ ഡിസൈൻ മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സാധ്യതകളുണ്ട്. അതുപോലെ പാക്കിംഗ് മെറ്റീരിയൽസ്, അത് വേറെ. സാർ അവിടെ ഒരു ഡ്യൂറബിലിറ്റിയുടെ കൺസേൺ എപ്പോഴും വരുമല്ലോ. സാർ പറഞ്ഞ പോലെ ഒരു 2-3 മാസം കൊണ്ട് നമുക്ക് മാറ്റാനുള്ള ആലോചനയിൽ ചെയ്യുന്നവർക്ക് ഓക്കെ. പക്ഷെ അത് സാധാരണക്കാർക്ക് കൂടുതൽ അഫോർഡബിൾ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ ഡ്യൂറബിൾ ആവുന്ന രീതിയിൽ എങ്ങനെയാണ്? അതിനാണ് ഞാൻ പറഞ്ഞത് മാസ് പ്രൊഡക്ഷൻ തന്നെ വേണം. വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാവുന്ന ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഇപ്പം കെമിക്കൽ ഈ പറഞ്ഞ പോലെ റിസർച്ച് വേണ്ടി വരും. അപ്പോൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചേർക്കാവുന്ന ഗം അല്ലെങ്കിൽ പശ, അതിൻ്റെ കൂടെ ബൈൻഡിങ് ആയിട്ട് എന്തെങ്കിലും ചേർക്കണം. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പാക്കിംഗ് മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്ന പശയൊന്നും വേണ്ട. പക്ഷേ ഇത് ഫൈബ്രസ് ആണ്. പേപ്പർ പൾപ്പ് എന്ന് പറഞ്ഞാൽ ഫൈബ്രസ് ആണ്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ അതിൻ്റെ ഷേപ്പ് ഉണക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ പെട്ടെന്ന് ഡാമേജ് ആകത്തില്ല. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ മാസ് പ്രൊഡക്ഷനിലൂടെ നമുക്ക് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അത് 2 രീതിയിൽ നമുക്കൊന്ന് മാസ് പ്രൊഡക്ഷനായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാം. രണ്ടാമത് ഇത് റോ മെറ്റീരിയലാണ്. പേപ്പർ പൊടിയായിട്ട് ആസ് സച്ച് പേപ്പർ പൊടി അതുപോലെ തന്നെ പാക്ക് ചെയ്ത് കൊടുത്താൽ അത് ഒരു റോ മെറ്റീരിയലാണ്. വീടുകളിലിരുന്ന് കുട്ടികൾക്കും പ്രായമായവർക്കും അല്ലെ പ്രായഭേദ ലിംഗഭേദ മന്യേ എല്ലാവർക്കും നമുക്ക് വീട്ടിലിരുന്ന് ചെറിയ ചെറിയ
കൗതുക വസ്തുക്കൾ ഉണ്ടാക്കാനും വളരെയേറെ കൗതുക വസ്തുക്കളെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പഠന ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കുവാൻ സാധിക്കും. സാറിന്റെ വളരെ ദീർഘമായിട്ടുള്ള ഒരു യാത്രയാണല്ലോ. പക്ഷെ അതിനകത്ത് അധ്യാപകൻ എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസ രംഗത്തെ സജീവമായ പ്രവർത്തനങ്ങളുണ്ട്, അതുപോലെ ശാസ്ത്ര മേഖലയിൽ, സാങ്കേതിക മേഖലയിൽ. അപ്പം ഈ യാത്രയിലെ അവിസ്മരണീയമായ അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ? അത് എത്ര പറഞ്ഞാലും തീരത്തില്ല. എന്താ വെച്ചാൽ ഒരുപാട് മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ കൈവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന 3-4 അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ 2002 ഒരു ഇന്ത്യൻ അക്കാഡമി ഓഫ് സോഷ്യൽ സയൻസസിൻ്റെ 25ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് നടത്തി. വലിയൊരു സമ്മേളനമായിരുന്നു, നാഷണൽ ലെവലിലുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു. ആ പ്രസൻറ്റേഷന് ശേഷം നമ്മൾ ഒരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ 450 ഓഡിയൻസ് കാണും. അതിലെ ഒരു പൊക്കമുള്ള ഒരു സായിപ്പ് എഴുന്നേറ്റ് നിന്നു എന്നെ പ്രസൻറ്റേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും വിളിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. ഇനി നമ്മളുടെ വായിൽ നിന്ന് തെറ്റുവല്ലം വന്നിട്ടുണ്ടോ നമുക്കറിയത്തില്ല. അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഒരുപാട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അവർക്കൊക്കെ നമ്മളുടെ മലയാളികളെ പോലെയല്ല, അവർക്കൊക്കെ അപ്രീഷിയേറ്റ് വാഗൊണ്ട് പറഞ്ഞാൽ അവർക്കത് തൃപ്തി ആകത്തില്ല. എനിക്കത് മനസ്സിലായി. ഉടനെ അദ്ദേഹത്തിൻ്റെ ഓൺ ഹാൻഡ് റൈറ്റിങ്ങിലെ കയ്യിലിരുന്ന നമ്മൾ സെമിനാറിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പാഡുണ്ടല്ലോ, ആ പാഡിൽ എഴുതി തന്നത് പോരാഞ്ഞിട്ട് എന്നെ കൂടെ കൊണ്ടുപോയി ആ സ്റ്റാച്യുവിൻ്റെ യൂണിവേഴ്സിറ്റി ഫ്രണ്ടിലുള്ള സ്റ്റാച്യുവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഉൾപ്പെടെ നിന്ന് ഫോട്ടോ എടുത്തു. അപ്പോഴൊന്നും അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം എന്നെ സ്റ്റേറ്റ്സിലോട്ട് ഇൻവൈറ്റ് ചെയ്തു. അതിനുശേഷം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം അമേരിക്കയിലെ ഏറ്റവും വലിയ ഏറ്റവും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായ മിയാമി ദേദ് കോളേജിലെ ചെയർ ഓഫ് ടീച്ചിങ് എക്സലൻസ് പ്രൊഫസറാണ് അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ. കൂടാതെ ഇൻ്റർനാഷണൽ ടീച്ചിങ് ഗ്രാൻഡ് ഫെല്ലോ ആണ്. അതുപോലെ തന്നെ ഗ്ലോബൽ പീസ് ഫൗണ്ടേഷൻ്റെ ചെയർപേഴ്സണാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള അനവധി സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരു വലിയൊരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത് പിന്നീട് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. അദ്ദേഹത്തിൽ നേരിട്ട് ഒരു അഭിനന്ദനം എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മളുടെ എപ്പോഴും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കത്തില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ 3 സെൻറ്റൻസേ എഴുതി തന്നവരുള്ളൂ. പക്ഷേ ഒരു ലാസ്റ്റ് സെൻറ്റൻസ് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം. യു ഹാവ് ഡെമോൺസ്ട്രേറ്റഡ് ഇൻഫോർമേഷൻ, ഇൻസൈറ്റ് ആൻഡ് ഇൻസ്പിറേഷൻ വർത്തി ഓഫ് എ മൈക്കലാഞ്ചലോ, തോമസ് എഡിസൺ ഓർ അതർ ഇൻവെൻറ്റേഴ്സ് ഹൂസ് ജീനിയസ് വിൽ ചേഞ്ച് പാർട്സ് ഓർ ഓൾ ദ വേൾഡ് എന്നാണ് അദ്ദേഹം എനിക്ക് കുറിച്ച് തന്നത്. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. അന്ന് സാർ ആ പരിപാടിയിൽ എന്തായിരുന്നു സാറിൻ്റെതായിട്ടുള്ള അവിടെയും ഞാൻ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന റീസൈക്ലിംഗ് ആണ്. നമുക്ക് എന്ത് സാധനം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദർ ഈസ് നോ വേസ്റ്റ്, ഇറ്റ് ഈസ് എ മിസ്പ്ലേസ്ഡ് റിസോഴ്സ്. ഇതെങ്ങനെ ഏത് സാധനം കണ്ടാലും അതുകൊണ്ട് ഒരു തീർന്ന റീഫിൽ വഴി കിടന്നിട്ടില്ല, ഇതുകൊണ്ട് എന്ത് ചെയ്യാം എന്നായിരിക്കും എൻ്റെ മനസ്സിലെ ചിന്തകൾ എപ്പോഴും അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇപ്പം പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്താ, ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതല്ല അവനെന്ന് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ മനസ്സിനകത്ത് ഇതുള്ളത് കൊണ്ട് ഈ കിട്ടുന്നത് കൊണ്ടെല്ലാം നമുക്ക് പറ്റുന്നതാണ് എന്നുള്ള ചിന്തയിലോട്ട് നമ്മൾ പോകും. പിന്നെ രണ്ടാമത് എനിക്ക് ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ ഒരു അഭിമാനമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അവിടുത്തെ ഇൻഡസ്ട്രിയൽ മെഷീൻ ഡിസൈൻ സെൻറ്ററിൽ നിന്ന് എൻ്റെ പെർമിഷനോടുകൂടി അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഡോക്ടർ സഹിൽ കർക്കാനിസ് അദ്ദേഹം എൻ്റെ വീട്ടിൽ നേരിട്ട് വന്നു കാണാനായിട്ട്. അദ്ദേഹം ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഓൺ ഹാൻഡ് റൈറ്റിങ്ങിൽ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടതിലെ ഒരു വാചകം, ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ആൻ ഇന്നൊവേഷൻ സച്ച് ആസ് യുവേഴ്സ് ആർ ഫാർ ബിയോണ്ട് ദ ഇമാജിനേഷൻ ഓഫ് എനി ഓഫ് അസ്. ഇതാണ് IIT-യിലെ ഒഫീഷ്യലായിട്ടുള്ള ഡോക്ടർ സഹിൽ കർക്കാനിസിൻ്റെ വാചകങ്ങളാണ്. അതുപോലെ തന്നെ എനിക്ക് വേറെ ഒരു അത്ഭുതകരമായിട്ട് ജീവിതത്തിലുണ്ടായത്, ബെൽജിയത്തിൽ നിന്നൊരു സയൻറ്റിസ്റ്റ് വന്നു, ബോർട്ട് വോൺ ടെൻഡിലു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഓൾറെഡി ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഡോക്ടറൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ലോക പര്യടനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ എവിടുന്ന് എന്നെക്കുറിച്ച് ഇച്ചിരി അറിവ് കിട്ടി. അദ്ദേഹം തേടി പിടിച്ചത്. നമ്മളൊന്നും ആണെങ്കിൽ അത്രയും സ്ട്രെയിൻ എടുക്കത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ അയൽവക്കക്കാരനെ പോലും അറിയാനുള്ള താല്പര്യം നമുക്കില്ല, നമ്മുടെ കാര്യം മാത്രത്തിൽ ഒതുങ്ങുന്നു. ഇദ്ദേഹം അതല്ല, അദ്ദേഹം എൻ്റെ ഡീറ്റെയിൽസ് ശേഖരിച്ച് വീട്ടിൽ വന്നു. എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. ബെൽജിയത്തിൽ നിന്നൊരു ശാസ്ത്രജ്ഞൻ വീട്ടിൽ എന്നെ അന്വേഷിച്ച് വരിക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ വർക്കുകളൊക്കെ കണ്ടിട്ട് വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ നാട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ സാറിന് എല്ലാവരും കൊള്ളാം എന്ന് പറയുന്നില്ല, പിന്നീട് ഒന്നും ഫോളോ അപ്പ് ഇല്ല. പക്ഷെ അദ്ദേഹം ചെന്നതിന് ശേഷം എനിക്കൊരു കത്തയച്ചു. അതിൻ്റെ തുടക്ക വാചകം,
ടു ദി ഗ്രേറ്റസ്റ്റ് ജീനിയസ് ആൻഡ് സെൽഫ് മെയ്ഡ് മാൻ ഐ ഹാവ് എവർ മെറ്റ് ഇൻ മൈ എൻറ്റയർ ലൈഫ് ഡിയർ പ്രൊഫസർ. പിന്നെ അങ്ങോട്ടുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. അങ്ങനെ അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞ വലിയ ഇൻസ്പിറേഷനാണ്. അതുപോലെ തന്നെ പിന്നീട് ഞാൻ പല മേഖലകളുമായിട്ട് പ്രവർത്തിച്ച പല സ്ഥലത്തും ശില്പശാലകളും ഒക്കെ നടത്തി. അങ്ങനെ ഒരു തേരോട്ടം എന്ന് പറയാം. അതുപോലെ നടന്ന അവസരത്തിൽ വേൾഡ് വിഷൻ, ഒരു വലിയ ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, അമേരിക്ക ആസ്ഥാനമാക്കിയുള്ള വേൾഡ് വിഷൻ്റെ കീഴിൽ 2003 പത്തനംതിട്ടയിൽ ഒരു വലിയൊരു ശില്പശാല എൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. ഞാൻ നയിച്ചിട്ടുള്ള ശില്പശാലകളിൽ ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും ചിട്ടയോടെയും സംഘടിപ്പിച്ച ശില്പശാലയായിരുന്നു. ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അതിൻ്റെ സമാപന ദിവസം കുട്ടികളും ഗ്രാമവാസികളും പങ്കിട്ട മനോവികാരം ഇപ്പോഴും എന്നെ സ്വാധീനിക്കുന്നു. ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അവർ കരയുമായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റായി. ആ 3 ദിവസത്തെ റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പായിരുന്നു. അവിടെ അത് ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവം പോലെയായി മാറി. അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ, നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ഇതുപോലെയുള്ള എനർജി, ഇതുപോലെ ഓരോ സ്ഥലത്തു നിന്നും കിട്ടുന്ന എനർജിയാണ്. അതുപോലെ തന്നെ കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൻ്റെ അവരുടെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നടത്തിയ ത്രിദിന ഇൻ്റർ കോളേജിയറ്റ് വർക്ക്ഷോപ്പ്, അവിടെയും എന്നെ ഇതുപോലെ തന്നെ വിളിച്ചുകൊണ്ടുപോയി അവരെനിക്ക് തന്ന സ്വാഗതവും അല്ലെങ്കിൽ സ്വീകരണവും അവരുടെ പൂർണ്ണമായ സഹകരണവും, അവിടെ ഇൻ്റർ കോളേജിയറ്റ് 3 ദിവസത്തെ ഇൻ്റർ കോളേജിയറ്റ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് എൻജിനീയറിംഗ്, മെഡിക്കൽ വിദ്യാർത്ഥികളെല്ലാവരും ഉണ്ടായിരുന്നു. അവരിൽ നിന്നൊക്കെ കിട്ടിയ എൻ്റെ ആ ആശയങ്ങളൊക്കെ അവരിൽ കിട്ടിയപ്പോഴേക്കും അവരുടെ ആ പ്രതികരണം, അവരുടെ ആ നമ്മളോടുള്ള അവരുടെ ആ അഭിനിവേശം, ഇതൊക്കെ ഓരോന്നും കാണാനും മനസ്സിലാക്കാനും അതൊക്കെ അവരെ തന്ന പ്രചോദനമൊക്കെ ഇപ്പോഴും നമുക്കത് മറക്കാനൊക്കത്തില്ല. നമ്മളുടെ മനസ്സിൽ അങ്ങനെ ത്രില്ലിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അതൊക്കെ മറക്കാൻ പറ്റത്തില്ല. സർ, എന്തായാലും നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സർ പറഞ്ഞ വാക്കുകളിൽ നിന്ന് സാറിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനിലേക്ക് പോകണം. അത് കാണാനുള്ള താല്പര്യം തീർച്ചയായിട്ടും അവർക്കുണ്ടാവും. ഇതൊരു തീർന്ന ഒരു ക്ലീനിങ് ലിക്വിഡിൻ്റെ ബോട്ടിലാണ്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇതൊക്കെ മുറിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചോണം, കൈയൊന്നും മുറിയാതെയൊക്കെ വേണം ചെയ്യാൻ. ഇതിൻ്റെ മൂടി ഞാൻ ആദ്യം മുറിച്ചു. ഇതിൻ്റെ സൈഡ് ഞാൻ മുറിക്കുവാണ്. ഈ സൈഡ് മുറിച്ചു. ഈ 2 സൈഡ് മുറിച്ചു. ഈ 2 സൈഡ് നമ്മൾ കാണാൻ ഇങ്ങനെയാക്കി, ഇതിങ്ങനെയാക്കി, ഇത് തിരിച്ച് മടക്കി. ഇപ്പം ഞാൻ പറയാതെ എന്തായി എന്ന് തോന്നുന്നു. ഒരു പക്ഷിയുടെ രൂപത്തിലേക്ക് എത്തി. ഇതാണ് ഇത്. ഇന്നിപ്പോ ഞാൻ പറയാതെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ചെറുപ്പം ഇതേ സാധനം തന്നെ നമ്മൾ കളർ അതിന്റെ മുകളിൽ പെയിന്റ് ചെയ്തിട്ടുണ്ട്. പറയാം, ഇത് നമ്മൾക്കിപ്പോ ഈ രൂപഭംഗി കിട്ടിയത് എന്തുകൊണ്ടാണ്? നമുക്കുള്ളിൽ ഒരു സ്കെലിട്ടൺ ഉള്ളതുകൊണ്ടാണ്. ഇത് സ്കെലിട്ടണേ ആയുള്ളൂ. നമുക്കിനിയും ഇതിൽ ഒരു സ്കെലിട്ടൺ, ഏത് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഒരു സ്കെലിട്ടൺ കിട്ടിക്കഴിഞ്ഞാൽ അതിന് രൂപം കൊടുക്കുന്നതിന് വേറെ ഒന്നും എങ്ങോട്ടും പോകണ്ട. ഈ വളരെ വില കുറഞ്ഞ ഇത് ബനിയൻ വേസ്റ്റ് ആണ്. ഈ ബനിയൻ വേസ്റ്റ് കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാം. ഓക്കെ, ബനിയൻ വേസ്റ്റ് കൊണ്ട് ഫില്ല് ചെയ്ത് നമ്മൾ ഒരു ഇച്ചിരി പശയും കൂടെ ചേർത്ത് ഇവിടെ ഇതിനകത്ത് ഫില്ലായി കഴിഞ്ഞു. ഞാൻ ബനിയൻ വേസ്റ്റ് കൊണ്ടാണ് ഇത് ഫില്ല് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പശ തേച്ചിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ പുറത്തുമൊക്കെ ബനിയൻ വേസ്റ്റ് ഒട്ടിച്ച് പേപ്പർ ഒട്ടിച്ച് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കാലുമൊക്കെ ഇതുപോലെ പിന്നെ ഇതിന് നമുക്ക് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊക്കെ അതേപോലെ കത്രി കൊണ്ട് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ കാലുമൊക്കെ. അപ്പോൾ അതിലൊക്കെ പിന്നെ പെയിന്റ് അടിച്ച് ഇവിടെയൊക്കെ ഒന്ന് ഷേപ്പ് വരുത്തി കഴിഞ്ഞാൽ ഇതിന്റെ പേര് ഹൗസ് സ്പാരോ. 2 പേറ്റന്റുകൾ നേടിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു വ്യാവസായികമായിട്ടുള്ള പ്രൊഡക്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയെക്കുറിച്ചും ഒക്കെ സാറിന്റെ കാഴ്ചപ്പാട് എന്താണ്? മിക്ക ചെറുകിട ഉത്പാദന സംരംഭങ്ങളും നമുക്കറിയാം നഷ്ടത്തിലാണ്. സിക്ക് യൂണിറ്റ്സ് എന്ന് പറയും. അതിന്റെ പ്രധാന കാരണം അതിന് അനുയോജ്യമല്ലാത്ത സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് നമ്മളെപ്പോഴും പറയും വ്യാവസായിക വികസനം എന്ന് പറയുമ്പോൾ അത് ക്യാപിറ്റൽ അബ്സോർബിങ്ങും ലേബർ അബ്സോർബിങ്ങും രണ്ട് തലത്തിൽ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ലേബർ അബ്സോർബിംഗ് ടെക്നോളജിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ തൊഴിലവസരങ്ങളും തനത് സാങ്കേതിക വിജ്ഞാനവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിലും തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തെങ്കിൽ മാത്രമേ സാധിക്കൂ. ഇത്തരത്തിലുള്ള വ്യാവസായിക വികസന തന്ത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതെ സർ, ഈ വിദേശത്ത് നിന്നുള്ള സാങ്കേതിക വിദ്യ ഒരുപാട് വ്യവസായികൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താണ് സാറിന്റെ കാര്യം? ഒന്നാമത് വളരെ ഹൈ കോസ്റ്റ് ആണ്. ക്യാപിറ്റൽ റിച്ച് കൺട്രീസിൽ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ അവർക്ക് ധാരാളം ക്യാപിറ്റൽ ഉണ്ട്. നമ്മൾക്കുള്ളത് ലേബറാണ്. നമ്മൾ ലേബർ റിച്ച് കൺട്രിയാണ്. അപ്പം നമുക്ക് വേണ്ടത് അവരുണ്ടാക്കുന്ന അവരവരുടെ സാഹചര്യത്തിന് അവരുടെ ഇക്കോണമിക്ക് ചേരുന്നതാണ്. അത് നമുക്ക് അപ്രോപ്രിയേറ്റ് നമ്മുടെ ലേബറിനെ ഹ്യൂമൻ റിസോഴ്സസിനെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മളുടെ പാരമ്പര്യമായ സാങ്കേതിക വിദ്യകൾ നമുക്കുണ്ട്. ഓൾറെഡി ഇന്റർനാഷണൽ ലെവലിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളതുണ്ട്. അതുകൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാർഷിക സംസ്കാരമുണ്ട്. എല്ലാം കടപുഴകി വീഴുന്ന കാഴ്ചയാണ് നമ്മളെന്നും കാണുന്നത്. ചെറുകിട ഇടത്തരം ഉത്പാദന മേഖലകളിൽ പലപ്പോഴും കണ്ടുവരുന്നത് വിദേശ നിർമ്മിത സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ്. അവ പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുണ്ടാക്കി നമുക്ക് ഇവിടെ ചേരാതെ വരുന്നു. ഇപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പ്രധാനമായിട്ട് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം, ഒക്ടോബർ 27 ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മൻ കി ബാത്ത് എന്ന പരിപാടിയിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യമുണ്ട്. തദ്ദേശീയ ഉത്പാദനത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും അതിനനുസൃതമായ സാങ്കേതിക വിദ്യയാണ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിൽ ഊന്നിക്കൊണ്ട് പ്രാദേശികമായ ഒരു വ്യാവസായിക സംസ്കാരത്തെ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയുമാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞത്. അതിൽ നിന്നും നമുക്ക് തദ്ദേശീയമായ സാങ്കേതിക വിദ്യ വികസനത്തിൻ്റെ പ്രസക്തി വളരെ വ്യക്തമാണ്. സുസ്ഥിര വികസനവും പരിസ്ഥിതി സംരക്ഷണവുമൊക്കെ അതിൻ്റെ തന്നെ അനുബന്ധ ഘടകങ്ങളാണെന്ന് നമുക്കറിയാം. മേൽപ്പറഞ്ഞ ലക്ഷ്യങ്ങൾ നേടുന്നതിനാവശ്യമായ വികസന തന്ത്രത്തിന് നാം കൂടുതൽ പ്രാധാന്യം നൽകണം എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സർ, ദേശീയ അംഗീകാരത്തിലേക്ക് നയിച്ചതിന്റെ അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേർന്നതിന്റെ ഒരു അടിസ്ഥാനം എങ്ങനെയാണ്? അതിൻ്റെ ഇപ്പം ഞാൻ ഏതാണ്ട് 26ഓളം ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 2 ദേശീയ തലത്തിൽ തന്നെ അംഗീകരിച്ചു, 2 പേറ്റന്റ് കിട്ടി. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ പ്രാദേശിക തലത്തിൽ ലഭ്യമാവുന്ന ലോക്കൽ ലെവൽ റിസോഴ്സസിൻ്റെ കാര്യക്ഷമതയോടെയുള്ള വിനിയോഗത്തിന് ഉപയോഗിക്കുവാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം, വേറൊന്നുമല്ല. സാർ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. സാർ ഇക്കണോമിക്സ് ആണ് പഠിച്ചത്, ഇക്കണോമിക്സ് പഠിപ്പിക്കാനാണ് തുടങ്ങുന്നത് അല്ലേ? പ്രൊഫഷൻ തുടങ്ങുന്നത് ഒരു ഇക്കണോമിക്സ് അധ്യാപകനായിട്ടാണ്. പിന്നീട് ബേസിക് സയൻസിൽ ഈ പറഞ്ഞ പോളിടെക്നിക് കോളേജിലടക്കം സാർ അതിന്റെ ഭാഗമായി തീരുകയാണ്. ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ രീതി, കാരണം പലപ്പോഴും പറയാറുണ്ട് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന പിള്ളേരെക്കാളും പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ പോളിടെക്നിക്ക് പഠിക്കുന്ന പിള്ളേരെടുത്ത് പോകണം എന്ന് നമ്മൾ തമാശക്കെങ്കിലും പറയാറുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഒരു കാര്യം ഇപ്പം നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് ഇപ്പോഴത്തെ കാലത്ത് വിദ്യാഭ്യാസം കഴിഞ്ഞു വരുമ്പോൾ അവർ സമൂഹത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിൽ തോന്നാറുണ്ട്. അതായത് വിദ്യാഭ്യാസത്തിലൂടെ ഉദ്ദേശിക്കുന്നത് സമൂഹത്തെ കൂടുതൽ അടുത്തറിയുന്നതിനും സമൂഹത്തിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കുന്നതിനും സമൂഹത്തിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി അതിലൂടെ ആ പോരായ്മകൾ പരിഹരിക്കുന്നതിനും അതിനൊക്കെ ഉപരിയായിട്ട് സമൂഹത്തിന് താങ്ങും തണലും ആകുന്നതിന് ഉള്ള കഴിവുറ്റ വ്യക്തികളാകുവാൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കണം. എങ്കിലേ അതിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നുള്ളൂ. സാറ് ഇപ്പോൾ പറഞ്ഞു വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ സമൂഹത്തിൽ നിന്ന് അകന്നു പോകുന്നത്. സമൂഹത്തിന് തിരിച്ചിവരോടുള്ള ഒരു മനോഭാവം എങ്ങനെയാണ്? സമൂഹത്തിൻ്റെ മനോഭാവം നമ്മളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം ഒരു വലിച്ചെറിയൽ മനോഭാവത്തിൻ്റെ ഉടമകളാണ്. എന്തെങ്കിലും ഉപയോഗിക്കുക, അത് എങ്ങോട്ടെന്നില്ലാതെ വലിച്ചെറിയുക. അത് മറ്റുള്ളവരുടെ പറമ്പിലോട്ടാണെങ്കിലും യൂസ് ആൻഡ് ത്രോ കൾച്ചറാണ് നമ്മുടെ അതെ ആ വലിച്ചെറിയൽ മനോഭാവത്തിന്റെ ഉടമകളായിട്ട് മാറുന്നുണ്ട് നമ്മൾ. അപ്പം നമ്മുടെ ജീവിതത്തിന്റെ ശൈലി തന്നെ അടിസ്ഥാനപരമായിട്ട് മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ പാക്കറ്റ് സമ്പ്രദായവും മാളുകളും ഒക്കെ വന്നതോടുകൂടി നമ്മളൊരു അനുകരണ ഭ്രമത്തിന്റെ വലയിൽപ്പെട്ടിരിക്കുകയാണ്. എല്ലാം ഫാസ്റ്റ് ആണ്, ഫാസ്റ്റ് ഫുഡും ഇക്കണോമിക്സിൽ ഇതിന് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളുടെ സമൂഹം പല കാര്യങ്ങളിലും വിദേശീയരുടെ ജീവിതശൈലി അനുകരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇപ്രകാരമുള്ള മാറ്റങ്ങൾ ഒട്ടും അഭിലഷണീയമല്ല, ശുഭോദർക്കവുമല്ല. ഇതിൻ്റെ അനന്തര ഫലങ്ങൾ നമുക്ക് പ്രവചനത്തിനും അപ്പുറത്താണ്, നമുക്ക് പ്രവചിക്കുവാൻ പറ്റത്തില്ല. നമ്മളൊക്കെ ഇക്കാര്യങ്ങളെ കുറിച്ച് പലരും പ്രസംഗിക്കുന്ന ഒന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നുമാണെന്ന് നമുക്കറിയാം.
നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, എന്ത് ഡെവലപ്മെന്റ് വരുമ്പോഴും അല്ലെങ്കിൽ എന്തൊരു പദ്ധതി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കും, സുസ്ഥിര വികസനം അതിന്റെ ഒരു പ്രാധാന്യം. അതെ, ഈ സുസ്ഥിര വികസനത്തെ കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്ത് ഒരുപാട് തലങ്ങളിൽ വളരെ പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മളുടെ പൂർവികർ നമ്മളെ ഏൽപ്പിച്ച ഭൂമി കോട്ടം തട്ടാതെ വരും തലമുറയ്ക്ക് കൈമാറേണ്ടുന്ന വലിയ ഒരു ചുമതല, ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. മറ്റ് വികസിത രാജ്യങ്ങളിൽ മാലിന്യ സംസ്കരണ പ്രക്രിയ തന്നെ മാലിന്യത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് തുടങ്ങുന്നു. എന്നാൽ നമ്മുടെ ഭരണ സംവിധാനം ഈ ലക്ഷ്യം സാധ്യമാക്കുന്നതിന് വേണ്ട നടപടികളിൽ വളരെ അലസ മനോഭാവമാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഓരോ കുടുംബത്തിലെയും കുട്ടികളും പ്രായമായവരുൾപ്പെടെ അവരവരുടെ വീട്ടിലെത്തിപ്പെടുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളുടെയും മറ്റ് ഉപയോഗമില്ലാത്തവയുടെയും പുനരുപയോഗത്തിനും പുനഃചംക്രമണത്തിനും പ്രേരിപ്പിക്കുക എന്നതാണ് എൻ്റെ പ്രവർത്തനങ്ങളുടെ മറ്റൊരു ലക്ഷ്യം. റെഫ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, റീയൂസ്, റീസൈക്കിൾ, ഈ 4 വാക്കുകൾ ആദ്യം കഴിയുമെങ്കിൽ റെഫ്യൂസ് ചെയ്യുക. അതെ, റെഫ്യൂസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, എൻ്റെ ഉപയോഗം കുറയ്ക്കുക, പിന്നെ റീയൂസ് ചെയ്യുക, പിന്നീട് റീസൈക്കിൾ ചെയ്യുക. ഈ 4 വാക്കുകൾ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കേണ്ടത് തന്നെയാണ്. അതെ സാറ്, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ 2 പേറ്റന്റ്, ദേശീയ പുരസ്കാരങ്ങൾ, അന്തർദേശീയ അംഗീകാരങ്ങളൊക്കെ നേടിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സാറിൻ്റെ ഈ ലൈഫിലെ നേട്ടങ്ങളെ വെച്ചിട്ട് എന്താണ് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള പ്രത്യേകിച്ച് കുട്ടികളോട് എന്താണ് സാറിന് പറയാനുള്ളത്? എപ്പോഴും ഈ വക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ മേഖലയിൽ പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വരുന്നതിനും മറ്റുള്ളവർക്ക് പ്രേരകമാകുന്നതിനുള്ള ഒരു സുപ്രധാനമായ പങ്ക് മാധ്യമങ്ങൾക്കുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളും അവയ്ക്ക് സാമൂഹ്യ സാമ്പത്തിക വികസനത്തിനുള്ള പങ്കും സാമാന്യ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ് TV, റേഡിയോ തുടങ്ങിയ മാധ്യമങ്ങൾക്കുള്ളത്. അത് നിലവിലുള്ള തലമുറയ്ക്കും വരും തലമുറയ്ക്കും പ്രചോദനമാകട്ടെ എന്നും ഈ പരിപാടിയുടെ എല്ലാ പ്രേക്ഷകരും ഇതിനു വേണ്ട എല്ലാ പരിശ്രമങ്ങളും നടത്തുമെന്നും പ്രത്യാശിക്കുന്നു. നവചേതനയുടെ 1000 മഴവില്ലുകൾ വിരിയട്ടെ. പുത്തൻ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ പാഴ്വസ്തുക്കളില്ലാത്ത ഒരു പുതുലോകം വരും തലമുറയ്ക്ക് കൈമാറുവാൻ കഴിയട്ടെ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം സാർ. ഒരുപാട് സന്തോഷം. എന്തായാലും സാറ് ഈ എപ്പിസോഡിലുടനീളം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിയുമെങ്കിൽ റെഫ്യൂസ് ചെയ്യുക, പിന്നെ എന്താണ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെഡ്യൂസ് ചെയ്യുക, പിന്നെ റീയൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം സാർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ആക്ച്വലി ഒന്നും വേസ്റ്റ് അല്ല. റിസോഴ്സസ് മിസ്പ്ലേസ്ഡ് ആയി പോകുമ്പോഴാണ് നമുക്കത് വേസ്റ്റായിട്ട് കാണേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അപ്പം ശരിയായ സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അതൊരു റിസോഴ്സാണ്, അതിലൊരു സാധ്യതയുണ്ട്. എന്തായാലും ഡോക്ടർ വി നാരായണൻ നമ്പൂതിരി സാറായിരുന്നു നമ്മുടെ ഇന്നത്തെ അതിഥി. ഒരുപാട് നന്ദി സാർ ഇവിടെ എത്തിയതിനും. വളരെ കൗതുകം നിറഞ്ഞ കുറേ കാര്യങ്ങൾ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. വളരെ വളരെ സന്തോഷം. നമസ്കാരം. അപ്പോൾ പ്രേക്ഷകരും ഇന്നത്തെ അധ്യായം ആസ്വദിച്ച് കാണും. വളരെ കൗതുകം നിറഞ്ഞൊരു എപ്പിസോഡായിരുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. മെയിൽ ID ddsudanam@gmail.com. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സുദിനം, ശുഭദിനം നേരുന്നു. വീണ്ടും അടുത്ത പുലരിയിൽ കാണാം. നമസ്കാരം.